സാധുക്കളായ മനുഷ്യർക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ അനർഹമായി തട്ടിയെടുത്തവരെ പിടികൂടാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. ഇനി ആവർത്തിക്കരുത് എന്ന് താക്കീത് ചെയ്ത് വിടുകയല്ല ചെയ്യുന്നത്. ഇതുവരെ വാങ്ങിയ പണം പൈസ ബാക്കിയില്ലാതെ പലിശ സഹിതം സർക്കാർ തിരിച്ചുപിടിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിക്കും. പണം തിരിച്ചു കൊടുത്താലും മനസ്സുകൊണ്ടെങ്കിലും പശ്ചാത്തപിച്ചില്ലെങ്കിൽ ചെയ്ത പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമില്ല. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കാനും തീരുമാനിച്ചു. ഇന്ന് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഏതാണ്ട് 1488 ഉദ്യോഗസ്ഥർ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ പെൻഷൻ വാങ്ങുന്നവരിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിന് മുന്നിലെത്തിയിട്ടുള്ള അറിവ്. ഏത് രീതിയിൽ ഇവർക്ക് ഈ പണം വാങ്ങിയെടുക്കാൻ കഴിയുന്നു എന്ന ചോദ്യം സമൂഹം ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. കോട്ടയ്ക്കൽ നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഒരു വാർഡിലെ വിഷയം, 38 പേർ അനർഹമായി അവിടെ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. കോട്ടയ്ക്കലിലെ കൗൺസിലർ കബീർ ചേരുന്നു. കബീർ, ഏതാണ്ട് 2016 കാലഘട്ടത്തിലാണ് ഈ പരാതി ഉയർന്നതെന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് ഈ രീതിയിൽ ആൾക്കാർക്ക് BMW കാറൊക്കെ സ്വന്തമായുള്ള ആൾക്കാർക്ക് പെൻഷൻ ലഭിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ അനർഹരുടെ കൈകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ ആണ് ഇതിന് യഥാർത്ഥത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുന്നത്. അവരാണ് ഇതിന് സമൂഹത്തോട് ഉത്തരം പറയേണ്ടത്. സ്വാഭാവികമായിട്ടും ആളുകൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷ നിരവധിയായ പരിശോധനകൾക്ക് ശേഷമാണ് ഇത് പാസ്സാവുന്നത്. ഒരാളുടെ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ പോയിട്ട് ആ അപേക്ഷകൻ്റെ എല്ലാ സ്ഥിതിയും, സാമ്പത്തിക സ്ഥിതി, വീടുകളുടെ അവസ്ഥ, പൊതുവായിട്ടുള്ള ചുറ്റുപാട്, വാഹനമുണ്ടോ, AC ഉണ്ടോ തുടങ്ങിയിട്ടുള്ള സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷ്കർഷിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തിക്കൊണ്ട് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ICDS സൂപ്പർവൈസർമാർ, അവരാണ് ഈ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ സാധാരണഗതിയിൽ നഗരസഭയിൽ പരിശോധിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. മറ്റു ഉദ്യോഗസ്ഥന്മാരും പരിശോധിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ടാണ് ബന്ധപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരുന്നത്. ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് കൗൺസിലിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇത് പെൻഷൻ പാസ്സാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനർഹർ, നമുക്കറിയാം, ഇന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് യഥാർത്ഥത്തിൽ കേരളമാകെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങളുടെ കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡും ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് ആകെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധനയ്ക്ക് വിധേയമാകണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു അപരാധം, സമൂഹത്തോട് ചെയ്തിട്ടുള്ള അപരാധത്തിന് കൂട്ടുനിന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, ശക്തമായ പരിശോധന നടത്തണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രവുമല്ല, ഇത് ഈ പറയുന്ന പോലെ ഇന്നലെ ഇപ്പോൾ BMW വാഹനമുള്ള ആ കുടുംബത്തിലെ അംഗം തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി, ഞങ്ങളിതിന് അനർഹരാണ്. മാത്രമല്ല, ആ BMW ആ മകൻ, കാറിൻ്റെ ഉടമസ്ഥനായ മകൻ എറണാകുളത്ത് സെറ്റിലാണ്, അദ്ദേഹം ഇവിടെ പോകാറുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആ വീട്ടുകാർക്ക് പോലും ഞങ്ങളിത് വാങ്ങുന്നത് ശരിയല്ല എന്നൊരു തോന്നലിലേക്ക് അവരെത്തിയില്ല എന്ന് പറയുമ്പോൾ അത് നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. സ്വാഭാവികമായിട്ടും സൂക്ഷ്മമായ പരിശോധന നടത്തേണ്ടതാണ്. പരിശോധന നടത്തിയിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് സംബന്ധിച്ച് നല്ല പരിശോധന വേണം. കാരണം ഇത് കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഒരു ഭരണസമിതിയാണ്.
അഴിമതിക്ക് പേര് കേട്ട ഒരു നഗരസഭയാണ് കോട്ടക്കൽ നഗരസഭ. നിരവധിയായ വിഷയങ്ങളിൽ വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന വിജിലൻസ് കേസുകൾ നിലവിലുള്ള ഒരു നഗരസഭയാണ്. 120 മീറ്റർ പാലത്തറ, കോട്ടക്കലിലെ പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട നേരത്തെ വിഷയമാണ്. 120 മീറ്റർ റോഡിന് പണം അനുവദിച്ച് 90 മീറ്റർ പണി പൂർത്തിയാക്കി 120 മീറ്ററിൻ്റെയും പൈസ വാങ്ങിയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറിയും ഒരു സസ്പെൻഷൻ ഇപ്പോൾ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാജഹാൻ കൂടി ചേരുന്നു. ഷാജഹാൻ, 1458 ഉദ്യോഗസ്ഥരാണ് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അതിൽ ഗസറ്റഡ് ഓഫീസർമാരുണ്ട്, കോളേജ് പ്രൊഫസർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ഹൈസ്കൂൾ അധ്യാപകരുണ്ട്, ഹയർ സെക്കൻഡറി അധ്യാപകരുണ്ട്. എങ്ങനെയാണ് ഇത്രയും വലിയ ശമ്പളം വാങ്ങി വലിയ പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും സാധാരണക്കാരിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള ക്ഷേമ പെൻഷൻ കേവലം 1600 രൂപ വാങ്ങിയെടുക്കാൻ കഴിയുന്നത്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1458 ജീവനക്കാരും അധ്യാപകരും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി എന്നുള്ള ഭാഗമായി കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരിശോധന സൂക്ഷ്മതലത്തിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നടത്തുന്ന തട്ടിപ്പ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സംഘടന എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ പൊതുസമൂഹം എന്നുള്ള നിലയ്ക്കോ നമുക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. കാരണം ഈ സാമൂഹ്യ കുടുംബക്ഷേമ പെൻഷൻ എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ആ ബദൽ ഉയർത്തി മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ 1458 പേര് ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും സംഘടന എന്നുള്ള നിലയ്ക്ക് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തേത്, ഇതിൽ ഈ 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരാണുള്ളത്. 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരിൽ 1458 പേരെന്നുള്ളത് വലിയൊരു നമ്പരല്ല എന്നുള്ളതല്ല പറയുന്നത്. അത് ചെറിയ നമ്പറാണെങ്കിൽ പോലും അത് അത്രയും ഒരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ 1458 പേരുടെ വെച്ചുകൊണ്ട് സിവിൽ സർവീസിനെ ആകെ അളക്കുന്നത് ഗുണകരമല്ല എന്നുള്ളതാണ് രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഴിമതി ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനം എന്നുള്ള നിലയിലേക്ക് മാറുന്ന തരത്തിലേക്ക് മാറുന്നു. കുറഞ്ഞ സംസ്ഥാനം എന്നുള്ള നിലയിൽ നിന്ന് അഴിമതി രഹിത സംസ്ഥാനം എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പരിശോധനയും ഈ സേവന സോഫ്റ്റ്വെയറും സ്പാർക്കും ഒക്കെ തന്നെ ലിങ്ക് ചെയ്തുകൊണ്ട്, ആധാർ അധിഷ്ഠിതമായി ലിങ്ക് ചെയ്തുകൊണ്ട് അത് കൂടുതൽ പരിശോധന ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ കൂടുതൽ പരിശോധന ഉറപ്പുവരുത്തി മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത് ഈ അഴിമതി ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ചുവടുവെപ്പ് ആയി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്ന പുഴുക്കുത്തുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ആ പുഴുക്കുത്തുകളെ സർവീസിൽ നിന്ന് തന്നെ കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകണമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് പല തീരുമാനങ്ങളുമൊക്കെ തന്നെ വന്നിട്ടുള്ളതും എന്നുള്ളത് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കാനുള്ളതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ സൂക്ഷ്മതലത്തിലുള്ള ഒരു തുടർ പരിശോധനയും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. രത്നച്ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ളതെന്ന് പറയുന്നത് ഈ 1458 പേരുടെ ആ പ്രവൃത്തിയിലൂടെ സിവിൽ സർവീസിനെ ആകെ തന്നെ അളക്കുന്ന രീതി ശരിയല്ല. കാരണം അഴിമതിരഹിതമായിട്ടുള്ള സിവിൽ സർവീസ് എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിലാണ് നാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഉള്ളത്. ഷാജഹാൻ, അതിൽ ഉയരുന്ന ഒരു സംശയം, ഈ രീതിയിൽ ഉയർന്ന ശമ്പളം വാങ്ങി ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് ഈ പട്ടികയിൽ കടന്നുകൂടാൻ കഴിയുന്നത് എന്നൊരു ചോദ്യമില്ലേ? ഉണ്ട്. ഇത്തരത്തിൽ എങ്ങനെ ഈ പട്ടികയിൽ വന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മതലത്തിൽ തന്നെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. അവിടെയാണ് ആ സാധ്യത എന്ന് പറയുന്നത്. ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷകർത്താക്കളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ആ തരത്തിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്തണം. അതുമാത്രമല്ല,
മറ്റ് അനർഹമായിട്ട് ഏത് തരത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് സൂക്ഷ്മതലത്തിലുള്ള ഒരു വിലയിരുത്തലിലൂടെ മാത്രമേ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ. അങ്ങനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അഴിമതി അഴിമതി കാണിക്കുക മാത്രമല്ല, ഇത് അഴിമതിയുടെ പരിധിയിലല്ല, ഇത് അതിനുപരിയായിട്ട് തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ തട്ടിപ്പ് നടത്തിയ ആൾക്കാർ അതേ അർത്ഥത്തിൽ തന്നെ കണ്ടെത്തുകയും ശക്തമായിട്ടുള്ള ശിക്ഷണ നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുക. ശ്രീ ജയചന്ദ്രൻ, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നത്. ഏതാണ്ട് 62 ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് ഈ പെൻഷൻ നൽകുന്നത്. ഏറ്റവും പാവങ്ങളായ സാധുക്കളായ മനുഷ്യരെയാണ് നമ്മൾ ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കുന്നത്. ആ സ്ഥാനത്താണ് ഈ ഒരു ഇഷ്യൂ ഇത്രയും സീരിയസ് ആയിട്ട് കടന്നു വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ 1458 ഉദ്യോഗസ്ഥരാണ് ഈ പൈസ വാങ്ങുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരുപാട് പേർ BMW കാറുള്ള ആൾക്കാർ, വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ, ഇവർക്കൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല ഇത്രയും കാലമായി ഇത് വാങ്ങാൻ എന്നുള്ളതാണ്. അതിലൊരു ധാർമ്മികമായ ഒരു വിഷയം ഉയർന്നു വരുന്നുണ്ട്. ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ ഈ അപേക്ഷ നൽകുന്ന ആൾ അപേക്ഷ നൽകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ റോൾ അവസാനിക്കുകയാണ്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുഴുവൻ നടത്തേണ്ടത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെയാണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ജനപ്രതിനിധികളല്ലേ? അതിൽ ഈ വിഷയത്തിൻ്റെ ഇപ്പം ഈ 1458 പേരുടെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, വെറുതെ സമയം കളയണം. നമ്മളിപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്? ഇപ്പോൾ കൈരളി ചാനലിൽ നിന്ന് ചർച്ച ചെയ്യുന്നു, ഏതാണ്ട് ഈ ഇലക്ട്രോണിക് മീഡിയയും പ്രിന്റ് മീഡിയയും ഒരേപോലെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് കണ്ടുപിടിക്കപ്പെട്ടു, അതിൻ്റെ പേരിൽ നടപടിക്ക് തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതാണ് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത് 2 ആഴ്ച മുമ്പ് ധനമന്ത്രി പറയുന്നു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നു. അത് ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതിനു മുൻപ് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്, ധനകാര്യ പരിശോധനാ വിഭാഗം, അവരുടെ ഒരു പരിശോധന നടന്നിരുന്നു. അതിനെ വഴിവെച്ചത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം CNDG-യുടെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ചില സൂചനകളാണ്. ആ സൂചനകളെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷിക്കണം എന്ന് തീരുമാനിക്കുന്നത്. തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതാണ് 2 ആഴ്ച മുമ്പ് ധനമന്ത്രി ബാലഗോപാൽ പരസ്യമായി വ്യക്തമാക്കിയത്. ഇങ്ങനെ പെൻഷൻ കാര്യത്തിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഏതാണ്ട് 1500ഓളം പേര് വരും എന്ന് പറഞ്ഞത്. അത് കാണിക്കുന്ന എന്താണ്? ഇങ്ങനത്തെ പ്രശ്നം സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നും അത് ദൃഢനിശ്ചയത്തോടെ കൈകാര്യം ചെയ്യണം, അതിനെ തുടച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ നടപടി ഉണ്ടാകുന്നത്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത്. അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട്, ഇത് ജോലി ഭിന്നശേഷിക്കാരാണ് കൂടുതലും വാങ്ങിച്ചതായിട്ട് പറയുന്നത്. എങ്കിലും ജോലി കിട്ടിയതിന് ശേഷം, സർക്കാർ ജോലിയിൽ കയറിപ്പറ്റിയതിനു ശേഷം വീണ്ടും മസ്റ്ററിങ് നടത്തി ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് നിശ്ചയമായും അശ്രദ്ധയല്ല. അതാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ച പദം. കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അത് 18 വയസ്സിന് ശേഷം സർക്കാർ ജോലി കയറി, അല്ലെങ്കിൽ കുറച്ച് പ്രായം പിന്നിട്ട ശേഷം ജോലിയിൽ കയറിയിട്ട് പിന്നീടും മസ്റ്ററിങ് നടത്തിയിട്ട് വേണോ പണം കൈപ്പറ്റാൻ. അത് അശ്രദ്ധയല്ല. അശ്രദ്ധ മൂലം വെറുതെ കയറി വരുന്നതല്ല ഈ പണമൊന്നും. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു കണ്ണി അല്ലെങ്കിൽ കണ്ണികൾ ഉണ്ട്. അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതിന് തന്നെയാണ് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇന്നത്തെ മീറ്റിംഗിലും മുഖ്യമന്ത്രി അറിയിച്ചത്. അതിനുള്ള നടപടികൾ കർശനമായി തുടരണമെന്ന് ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പലിശ ഉൾപ്പെടെ ഇവർ വാങ്ങിയ പണം മുഴുവൻ തിരിച്ചടപ്പിക്കണം ഒന്ന്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നുണ്ട്. വിജിലൻസ് അന്വേഷണത്തിലാണ് എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ള വിജിലൻസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റിന് ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ഉണ്ടാവേണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വെറുതെ പണം വാങ്ങിയ പലിശ ഉൾപ്പെടെ പണം വാങ്ങി പിരിഞ്ഞു പോകാനുള്ള തീരുമാനമായിട്ടല്ല സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ആ അന്വേഷണത്തിന്റെ ഒടുവിലുള്ള റെക്കമെൻഡേഷന്റെ ഭാഗം സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് പറയും. പക്ഷേ വേറൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ. ഞാൻ അത് പ്രധാനമായിട്ടെന്ന് പറയുന്നത്, കേരളത്തിലെ ഏറ്റവും
പ്രചാരം കൂടിയ പത്രം എന്ന് പറയുന്ന മനോരമയുടെ ഇന്നത്തെ ലീഡർ എഡിറ്റോറിയൽ, ആ എഡിറ്റോറിയൽ അയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ് തന്നെ തുടങ്ങുന്നത്. ക്ഷേമ പെൻഷനിൽ അയ്യേ എന്നൊരു മുദ്ര. അപ്പൊ ഇത് ഈ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച ദൃഢനിശ്ചയം, അതിനെ തുടർന്നുണ്ടായ നടപടികൾ, അതിനെ സംബന്ധിച്ച് ശ്ലാഘിക്കണ്ട, പക്ഷെ അഭിനന്ദിക്കാനെങ്കിലും ഒരു വരി, ഒരു അക്ഷരം പിന്നെ ഈ പ്രിന്റ് ചെയ്യാനായിട്ട് ആ പത്രം, മഹിത പാരമ്പര്യം ഉണ്ടെന്ന് സ്വയം അവകാശപ്പെടുന്ന ആ പത്രം ആകുന്നില്ല എന്നുള്ളത് ആ രാഷ്ട്രീയമായ ദുഷ്ടലാക്കും കൂടെ ആ എഡിറ്റോറിയലിലൂടെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കബീർ, അവിടെ താങ്കൾ പരിശോധിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും 38 പേര് അനർഹമായി അതിൽ കടന്നുകൂടി എന്നുള്ള ആ ഒരു വിഷയം, അത് കോട്ടക്കലിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷ്മമായ പരിശോധന നടത്തി കഴിഞ്ഞാൽ BMW, ബെൻസോ, കോണ്ടസോ ഒക്കെ ഉള്ള ആൾക്കാർ ഇത് വാങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കോട്ടക്കലിനെ ഒറ്റപ്പെടുത്തി പറയുകയല്ല, എങ്കിൽ പോലും ഏത് രീതിയിലാണ് ഇവർ ഇതിൽ കടന്നുകൂടുന്നത് എന്നാണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? ശരിയാണ്. പക്ഷേ കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചും കൂടെ ഗൗരവതരമാക്കുന്ന ഒരു വിഷയം ഇതിലുണ്ട്. അത് കഴിഞ്ഞ 29/11/2021 ധനകാര്യ വകുപ്പ് ഏതാണ്ട് 63 പേരുടെ ലിസ്റ്റ് അനർഹരുടെ കണ്ടെത്തിയിട്ടുള്ള അനർഹരാണിത് പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് നഗരസഭയ്ക്ക് കൈമാറുകയുണ്ടായി. പക്ഷെ നഗരസഭ അതിൽ കാര്യമായ ഒരു പരിശോധനയോ മറ്റോ നടത്തിയില്ല. പക്ഷെ പിന്നീട് 18 പേർ പല കാരണങ്ങൾ കൊണ്ട് മരിച്ചതോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ ഈ ലിസ്റ്റിൽ നിന്ന് ഈ 18 പേർ ഒഴിവായി. ബാക്കി വരുന്ന ഈ 42 പേരുടെ ലിസ്റ്റാണ് വീണ്ടും ധനകാര്യ കമ്മിറ്റി നഗരസഭയിലേക്ക് അയക്കുന്നത്. അപ്പം നഗരസഭ ഇത് സംബന്ധിച്ച് ശരിക്ക് ചെയ്യേണ്ടിയിരുന്നത് അത്തരത്തിൽ ഫിനാൻസ് കമ്മിറ്റിയുടെ ഒരു കത്ത് കിട്ടിയ, ഫിനാൻസ് വിഭാഗത്തിൻ്റെ ഒരു കത്ത് കിട്ടിയ സ്ഥിതിക്ക് അത് സംബന്ധിച്ച് ഒരു സൂക്ഷ്മമായ പരിശോധന യഥാർത്ഥത്തിൽ നഗരസഭ നടത്തേണ്ടിയിരുന്നു. നഗരസഭ നടത്തിയിട്ട് അതിനൊരു മറുപടി, ഇത്രയും പേരെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി ധനകാര്യ വകുപ്പിന് കൈമാറേണ്ടിയിരുന്നു. അത്തരത്തിൽ ഒരു നടപടി നഗരസഭയുടെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് ഗുരുതരമായി നഗരസഭയുടെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ്. നഗരസഭ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് അതിന് മറുപടി അയച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മറുപടി എവിടെ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കോപ്പി അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനൊരു മറുപടി നഗരസഭ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തന്നെ യഥാർത്ഥത്തിൽ ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന ഈ 42 പേര് അനർഹരായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാകുമായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ അന്ന് പരിശോധനയ്ക്ക് ശേഷം അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വേണ്ട നടപടി സ്വീകരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച ഇത് വളരെ ഗൗരവമാണ്. ഉദ്യോഗസ്ഥലത്തുള്ള വീഴ്ച ഉണ്ട്. ഭരണപരമായിട്ടുള്ള സ്വാഭാവികമായിട്ടും ഭരിക്കുന്നവർക്ക് ഓരോ പെൻഷനും സ്ക്രൂട്ടനൈസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഇത് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഈ അപേക്ഷകൾ വരുമ്പോൾ കൂടുതൽ വിശദമായ, സ്വാഭാവികമായിട്ടും താഴെ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ടോടുകൂടി വരുന്ന അപേക്ഷകൾ പാസ്സാക്കി വിടുന്നതിന് പകരം വീണ്ടും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ കൂടി സൂക്ഷ്മമായ പരിശോധന വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തിയതല്ലേ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുകയാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസ്സാക്കി നേരെ കൗൺസിലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. കൗൺസിലിൽ മറ്റ് ചർച്ചകളൊന്നും കൂടാതെ അത് പാസ്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള ഓരോ ബോഡിയിലും ഇതൊക്കെ വീണ്ടും ഉദ്യോഗസ്ഥലത്തുള്ള റിപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വീണ്ടും ഓരോ അപേക്ഷകനും സംബന്ധിച്ച് അവരുടെ ഈ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ എന്താണ്, അവരുടെ വീടിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ്, എത്ര വണ്ടിയുണ്ട്, എത്ര കുട്ടികളുണ്ട്, ജോലിക്ക് തുടങ്ങിയ ഒരു പൂർണ്ണമായ റിപ്പോർട്ട് ഓരോരുത്തരെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥന്മാർ ആ പൂർണ്ണ റിപ്പോർട്ടോടുള്ള ശുപാർശയോട് കൂടിയായിരിക്കണം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് വരേണ്ടത്. അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ കൂടി ഈ കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഉണ്ടായിട്ടുള്ളത് ഇപ്പം നേരത്തെ വിവിധ പാനലിസ്റ്റുകളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ
അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. ആങ്കർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോട്ടക്കൽ മാത്രമായിട്ടുള്ളൊരു വിഷയമാണ് എന്ന് ഞങ്ങളും കരുതുന്നില്ല. പക്ഷെ ഞങ്ങൾ കോട്ടക്കൽക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിട്ടൊരു കാര്യമായിട്ട്, കാരണം എല്ലാ മാധ്യമങ്ങളും ലോകം മുഴുവൻ മലയാളികൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോട്ടക്കലിൽ മാത്രം. പക്ഷെ കോട്ടക്കലിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല എന്ന് താങ്കൾ സൂചിപ്പിച്ചതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ സർക്കാർ ഏതായാലും ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്താനും ഗൗരവതരമായ പരിശോധന നടത്താനും വിജിലൻസ് എൻക്വയറിയൊക്കെ പ്രഖ്യാപിച്ചത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ഏതായാലും വിജിലൻസ് എൻക്വയറി വരട്ടെ. വരുമ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആരെല്ലാമാണ് ഇതിന് ഉത്തരവാദികൾ, ഒരു സംശയവും മുഖം നോക്കാതെ നടപടിയെടുക്കണം. വളരെ ലാഘവത്തോടുകൂടെ, വളരെ സാധാരണ മനുഷ്യന് ഈ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയെ ഇല്ലാതാക്കുന്ന പ്രവണതയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത്. കർശനമായി അതിനെ നേരിടാനാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ശ്രീ എം ഷാജഹാൻ, നമ്മളുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ ഈ ക്ഷേമ പെൻഷൻ കൂടി വാങ്ങുന്നത്, ശമ്പളം കൂടാതെ പെൻഷൻ വാങ്ങുന്നത് എന്നുള്ള ഒരു വിവരമാണ് വരുന്നത്. ഏതാണ്ട് 75% ആൾക്കാർ ഇത്തരത്തിൽ ഭിന്നശേഷി പെൻഷനാണ് വാങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പരിശോധന താങ്കളുടെ സംഘടന നടത്തിയിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും ഒരു പരിശോധന ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തിയിട്ട്, പക്ഷേ ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മെമ്പർഷിപ്പിലുള്ള അല്ലെങ്കിൽ ഗസറ്റഡ് മേഖലയിലെ ഞങ്ങളുടെ മെമ്പർഷിപ്പ് 20,810 മെമ്പർഷിപ്പാണുള്ളത്. ഈ 20,810 മെമ്പർഷിപ്പിലുള്ള ഒരാൾ പോലും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ഇവിടെ ഈ ഇത്തരത്തിൽ ഈ മസ്റ്ററിങ് ഈ അനധികൃതമായിട്ട് കൂടിയവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അവർക്കെതിരെ ശിക്ഷണ നടപടികളിലേക്കുമൊക്കെ തന്നെ പോകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ആരും തന്നെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ശ്രീ ജയചന്ദ്രൻ, ഈ കാര്യത്തിൽ സർക്കാർ മാതൃകാപരമായ നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇത് എത്രമാത്രം ഈ ഒരു തുക തിരിച്ചുപിടിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ടല്ലേ? ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഉയരേണ്ടതില്ല ഷമ്മി. കാരണം ഇത് 1458 പേരുടെ പ്രശ്നത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്. അനർഹർ തീർച്ചയായും ഇവിടെ ഒതുങ്ങില്ല, കുറച്ചുകൂടെ കൂടും എന്ന് തന്നെ അനുമാനിക്കണം. പക്ഷെ 64 പേർക്കാണ് നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് സർക്കാർ. അത് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വരാതെ പോകുന്നൊരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? UDF ഗവൺമെന്റിന്റെ കാലത്ത് 2011-2016 മാർച്ച് വരെയുള്ള കാലത്ത് പെൻഷൻ കൊടുത്തിരുന്നത് 32 ലക്ഷം പേർക്കാണ് കൊടുത്തിരുന്നത്. അതാണിപ്പോൾ 64 കഴിഞ്ഞു, 64,000-30,000 രൂപമായി. അന്ന് 600 രൂപ പെൻഷനായിരുന്നു, ഇന്ന് 1,600 രൂപ പെൻഷനാണ്. അന്നത്തതിൻ്റെ ഇരട്ടിയുണ്ട്. തുകയാണെങ്കിലോ ഏതാണ്ട് 2.5 ഇരട്ടി ഉണ്ടല്ലോ, അത് അത്രയും വരുന്നുണ്ട്. ആ ഒരു സംഗതിയിലാണ് ഇപ്പോൾ ഇങ്ങനെ സർക്കാരിൻ്റെ ഈ ബദ്ധശ്രദ്ധരായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണല്ലോ ഇത് പുറത്തു വരുന്നത്. ഇപ്പോൾ അത് ഇൻഫർമേഷൻ കേരള മിഷൻ അതിനകത്ത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് പ്രേരകമായത് ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ ചില സൂചനകളും നിലപാടുകളുമാണ്. അപ്പം അതങ്ങനെ വരികയാണ്. വരുമ്പോൾ ഇനിയും ആ ഫിൽറ്ററിങ് നടക്കണം. ഇവിടെ ഫിൽറ്ററിംഗ് ആണ് വാസ്തവത്തിൽ വേണ്ടത്. ഈ ഫിൽറ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ 942 ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആകെയുള്ളത്. ബഹുഭൂരിപക്ഷവും ഈ 942 ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെടുത്തിയാണ് പെൻഷൻ വിതരണം നടക്കുന്നത്. ഇനി ഇതിൽ ട്രഷറി വഴിയുണ്ട്, അല്ലാതെ നമ്മുടെ സാധാരണ നാട്ടുമ്പുറത്തെ സഹകരണ സംഘങ്ങൾ അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന പെൻഷൻ നിരവധിയില്ലേ? അപ്പം അതും പഞ്ചായത്തുകളാണ് പാസ്സാക്കുന്നത്, മുനിസിപ്പാലിറ്റികൾ പാസ്സാക്കുന്നതുകൊണ്ട്. അപ്പൊ ഇതിലൊക്കെ എങ്ങനെയാണ് ഫിൽറ്ററിംഗ് നടത്താൻ കഴിയുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ വളരെ സജീവമായി ഇടപെട്ട് ഇടപെടൽ നടത്തി ആ നിലയിലേക്ക് മുമ്പോട്ട് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കബീർ പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം കോട്ടക്കൽ നഗരസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നത്. 42-ൽ 38 പേര് അനർഹരാണെന്ന് കണ്ടെത്തുന്നത്. ഈ അനർഹർ എന്ന് പറയുന്നത് അനർഹർ മാത്രമല്ല, അവർ ഇക്കാര്യത്തിൽ കാണിച്ചത് സാമൂഹിക വിരുദ്ധതയും കൂടെയാണ്. അവരാകെ സാമൂഹ്യ വിരുദ്ധരാണെന്നുള്ള ആക്ഷേപമൊന്നും എനിക്കില്ല. പക്ഷെ അവർ ഇക്കാര്യത്തിൽ കാണിച്ചത് സാമൂഹ്യ വിരുദ്ധതയും കൂടെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ.
സ്വാഭാവികമായും KGMOA അത് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക്, പിന്നെ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇതാകെ കണ്ടുപിടിക്കാനുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമേ അല്ല. കാരണം ഈ അംഗങ്ങളിൽപ്പെട്ടവർ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് സർവീസ് സംഘടനകൾ അറിയുക? അത് NGO യൂണിയൻ ആണെങ്കിലും NGO അസോസിയേഷൻ ആണെങ്കിലും ഇപ്പോൾ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും അറിയാൻ കഴിയില്ല. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ആ ഫിൽറ്ററിങ്ങിലേക്ക് ശ്രദ്ധിക്കാനുള്ള താല്പര്യം വരും. ആ താല്പര്യമാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി, പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന തുക, ഷമി ഓർക്കുന്നുണ്ടാവുമല്ലോ, കഴിഞ്ഞ വർഷം ഒരു ജഡ്ജി, ഹൈക്കോടതി ജഡ്ജി, ഞാൻ അദ്ദേഹത്തെ ദൈവം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ പേരിനോട് ചേർത്ത് ഞാൻ വിളിക്കാറുള്ളത്. അദ്ദേഹം മറിയക്കുട്ടി കേസിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, സർക്കാർ നിർബന്ധമായും കൊടുക്കണം. അപ്പൊ അതുവരെ കൊടുത്തത് മുഴുവനും ഇതുപോലുള്ള ഹൈക്കോടതി ജഡ്ജികൾ നിർബന്ധിച്ചിട്ടില്ലേ സർക്കാർ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി കൊടുത്തത്? ഇപ്പൊ 102 മാസമായി പെൻഷൻ കൊടുക്കാൻ, ഈ സർക്കാരിന്റെ കാലത്ത് പെൻഷൻ കൊടുക്കാൻ തുടങ്ങിയിട്ട്. അതില് 98 മാസവും 97 മാസവും മുടക്കമില്ലാതെ കൊടുത്തു. 5 മാസം മുടങ്ങി. അതിനുണ്ടാക്കിയ പുകില എത്രയാണെന്നുള്ളത് നമ്മൾ അറിയാമല്ലോ. അതിലാണ് ഇതുപോലുള്ള അനർഹർ വന്ന് കയറിപ്പറ്റി ഇതുപോലെ ഈ സാമൂഹ്യ വിരുദ്ധത കാണിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട, അർഹർക്ക് കൊടുക്കേണ്ടത് കൂടെ കൈയിട്ട് വാരുന്നത്. ആ കൈയിട്ട് വാരലുകാരെയാണ് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് പിടിക്കണം. അവിടെ നിന്ന് ആദ്യം പണവും പലിശയും ഈടാക്കാൻ പറ്റും, ഒരു സംശയവും. ഈടാക്കാൻ പറ്റുക മാത്രമല്ല, വിജിലൻസിന്റെ തുടർന്നുള്ള പരിശോധന തുടർന്ന് ഇത്തരക്കാർക്കെതിരെ എന്താണ് നടപടി വേണ്ടത് എന്നുള്ളത് കൂടെ തീരുമാനിക്കേണ്ടി വരും. അത്തരം തീരുമാനങ്ങളിലേക്കും കടക്കണം. പക്ഷെ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത്, ഭരണയന്ത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് സംശുദ്ധ ഭരണം, ഈ നമ്മുടെ സർവീസിൽ സംശുദ്ധ ഭരണം എന്നൊന്നില്ല. അത് പുഴുക്കുത്തുകൾ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. അത് നമ്മുടെ ഭരണരംഗത്തും ധാരാളമുണ്ട്. പക്ഷെ അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങേയറ്റം കുറച്ചുകൊണ്ട് വരിക എന്നുള്ള നടപടി നിലപാടുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും അക്കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള നടപടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തു വരുന്നത് എന്നുള്ളതും കൂടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അത്രയും പ്രാധാന്യം സർക്കാർ ഇതിന് കൊടുത്തത് കൊണ്ടാണ് ഇത് പുറത്തു വരുന്നത് എന്നുള്ള കാര്യവും അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഷമി, കബീർ, UDF ഭരിക്കുന്ന ഒരു നഗരസഭയാണ് ഈ കോട്ടക്കൽ നഗരസഭ. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടാവും. ഇന്നലെയും എല്ലാം നഗരസഭാ അധ്യക്ഷയൊക്കെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇതിന് ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 2016 തന്നെ ഈ തരത്തിൽ അനർഹമായി അവിടെ ആൾക്കാർ പണം കൈപ്പറ്റുന്നു, പെൻഷൻ കൈപ്പറ്റുന്നു എന്ന പരാതി ഉയർന്നിരുന്നു എന്നാണ്. അത് സംബന്ധിച്ച് ഒരു പരിശോധനയും പിന്നീട് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അതാണ് ഈ പറയുന്ന വിഷയത്തിൽ കോട്ടക്കലിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഭരണസമിതിക്ക് ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഭരണസമിതിക്ക് പരാതികൾ ലഭിച്ചതിൻ്റെ അപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധനകാര്യ വിഭാഗത്തിൽ നിന്ന് നഗരസഭയിലേക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് പൂർത്തിയായില്ല. അതായത് ആ 42 പേരിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, റവന്യൂവിൽ നിന്നുള്ള വില്ലേജ് ഓഫീസറിൻ്റെ ഇൻകം സർട്ടിഫിക്കറ്റ് 1 ലക്ഷം രൂപയിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അവിടെ നിന്ന് ധനകാര്യ വകുപ്പിൽ നിന്ന് വന്ന കത്തിൽ അതടക്കം പരാമർശിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇൻകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളടക്കം ചോദിച്ചുകൊണ്ടാണ് ധനകാര്യ വകുപ്പിൽ നിന്ന് വന്നിട്ടുള്ള കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അതിന് മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നഗരസഭാ രേഖയിൽ അത് കാണുമല്ലോ. ഞങ്ങൾ ഇന്നലെ മുതൽ ഞാൻ ആ രേഖ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അങ്ങനെ ഒരു രേഖ അവിടെ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിൽ നഗരസഭയിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിന് നേതൃത്വമുള്ള ഭരണസമിതിയാണ്. അവർക്കിതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. 2015-20 കാലഘട്ടത്തിൽ ഭരണസമിതി ആണ്, 15-16 ഇത് വരുന്നത്. ആ കാലഘട്ടത്തിൽ അനുവദിച്ച പെൻഷൻ സംബന്ധിച്ചാണ് ഈ പരാതി വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ അവർ ഇത്തരത്തിൽ ഒരു ലാഘവത്തോടുകൂടെ ഇത് കൈകാര്യം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കോട്ടക്കലിനെ സംബന്ധിച്ചിടത്തോളം, കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു അഴിമതി നഗരസഭയായിട്ട് മാറിയിട്ടുണ്ട്. അത് ധാരാളം ഉദാഹരണങ്ങൾ, ധാരാളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കാര്യങ്ങളും അവിടെ ഉണ്ട്. അത് പല കേസുകളും വിജിലൻസ്, ഞാൻ നേരത്തെ പരാമർശിച്ചു, വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടക്കലിലെ പാലത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് 120 മീറ്റർ റോഡ് പണിയാനുള്ള എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ട് അതിന് 90 മീറ്റർ മാത്രം പണി ചെയ്ത് 120 മീറ്ററിൻ്റെ പൈസയും വാങ്ങി
പോയിട്ടുള്ള നഗരസഭയാണ്, കരാറുകാരെ പൈസ വാങ്ങി പോയിട്ടുള്ള നഗരസഭയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലത്തെ നഗരസഭ സെക്രട്ടറിയും ഒരു മുനിസിപ്പൽ എഞ്ചിനീയറും ഇപ്പോൾ സസ്പെൻഷനിലാണ്. അത് വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സമാനമായ നിരവധിയായ കേസുകൾ നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ട്. ദുർബലർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്തായിരുന്നപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള പാലത്തറയിലെ ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നിലനിൽക്കുന്നുണ്ട്. അതായത് വിജിലൻസ് നിരന്തരമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നഗരസഭയാണ്. ധാരാളം അഴിമതി കേസുകൾ നിലനിൽക്കുന്ന ഒരു നഗരസഭയാണ്. അവിടെ മാത്രമല്ല, ഭരണപരമായ പ്രതിസന്ധി, മുസ്ലിം ലീഗിനകത്തുള്ള അഭിപ്രായ വ്യത്യാസം കാരണം ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ, ഈ ഒരു 5 കൊല്ലം കൊണ്ട് തന്നെ 3 ചെയർമാൻമാർ മാറുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. കബീർ, വലിയ തോതിൽ മുസ്ലിം ഇവിടെ നമുക്കിപ്പോൾ ഈ 1600 രൂപ ക്ഷേമ പെൻഷന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതിയോ കൈക്കൂലിയോ ഒന്നും നടത്തി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പിന്നീട് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു അലംഭാവം ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഈ പറയുന്നത് പോലെ BMW കാറോ വലിയ സമ്പത്തോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ 1600 രൂപയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലുമില്ല. അതായത് ഇതിലൊരു അഴിമതി ഉണ്ട് എന്ന് ഞങ്ങളാരും ആക്ഷേപിക്കുന്നില്ല. നമുക്കറിയാം ഇതൊരു അഴിമതിയുടെ പ്രശ്നമല്ല. പക്ഷെ എന്താ വെച്ചാൽ, ഒരു നഗരസഭ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതൊരു പ്രാദേശിക സർക്കാരാണ്. സ്വാഭാവികമായി ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം, വലിയ ഭാരിച്ച ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട്. പക്ഷെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഭരണ നേതൃത്വം പരാജയപ്പെടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ തോന്നിയ വഴിയായിരിക്കും. ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴാണ്? ഭരണ നേതൃത്വം സജീവമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു. ഒരു ശക്തമായ പരിശോധന ഇവിടുത്തെ ഭരണത്തെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ മുകളിൽ ആളുണ്ട്. അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും, പരിശോധിക്കപ്പെടും. ഇല്ലെങ്കിൽ ഞാൻ അതിന് ആൻസറബിൾ ആണ് എന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ബോധ്യമുണ്ടാവണ്ടേ? ആ ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കുത്തഴിഞ്ഞ ഭരണ സംവിധാനമാകുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും സ്വാഭാവികമായും ആ നിലയിലാണ് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ വളരെ അവധാനതയോടെ, വളരെ സൂക്ഷ്മതയോടെ, സർക്കാരിൻ്റെ ഫണ്ടാണ്, സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യമാണ്, ഒരു കാരണവശാലും തങ്ങളുടെ ഒരു കൈപ്പിഴ കൊണ്ട്, തങ്ങളുടെ ഒരു നോട്ടക്കുറവ് കൊണ്ട്, ഒരു സൂക്ഷ്മത ഇല്ലായ്മ കൊണ്ട് അതൊരിക്കലും ഒരു അർഹതപ്പെടാത്ത ഒരാളുടെ കയ്യിൽ എത്തരുത് എന്ന ഒരു കണിശത ആ ഉദ്യോഗസ്ഥർ കാണിക്കേണ്ടതാണ്. ഇവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ ജാഗ്രതയും കാണിച്ചില്ല എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. അതാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ഒരു പ്രശ്നം എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഈ പെൻഷൻ അനുവദിച്ച അല്ലെങ്കിൽ അപേക്ഷ കൊടുത്ത കാലത്ത് ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, അപേക്ഷ കൊടുത്ത കാലത്ത് അവർ ഒരു പക്ഷേ ചെറിയ വീട്, AC ഉണ്ടാവില്ല, കാർ ഉണ്ടാവില്ല. പിന്നീട് ഒരു പക്ഷേ ആ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങൾ, മക്കളാരെങ്കിലും കാറ് വാങ്ങുകയോ AC വെക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ചില അപൂർവം കേസുകളും ഒരു പക്ഷേ ഇതിലുണ്ടാവാം. ഞാൻ സൂക്ഷ്മമായ ഓരോന്നും പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അപൂർവം അങ്ങനെയും ഉണ്ടാവാം. അവിടെയും നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ? ഈ അപേക്ഷ ക്ഷണിച്ച സമയത്ത്, ആ സമയത്ത് ഈ പറയുന്ന മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ടോ എന്നുകൂടി ഗൗരവത്തോടു കൂടെ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരു നല്ല പരിശോധനയിലൂടെ, പ്രത്യേകിച്ചും സൂക്ഷ്മമായ പരിശോധനയിലൂടെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അനർഹർ ഇതിൽ കയറി പറ്റാനിടയായത്? ഇനിയിപ്പോൾ ഏതെങ്കിലും കൗൺസിലർമാർ ഇപ്പം ഞങ്ങളൊക്കെ ജനപ്രതിനിധികളാണ്, കൗൺസിലർമാരെ ഏതെങ്കിലും പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചിട്ട് ഇതിൽ ഇടപെട്ടിട്ട് ഈ പെൻഷൻ അനുവദിക്കണം എന്നുള്ള കൗൺസിലറുടെ ഒരു സ്വാധീനം ഉദ്യോഗസ്ഥരിലുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൗൺസിലർ അതിന് സമാധാനം പറയേണ്ടതാണ്. അപ്പോൾ ആ ജനപ്രതിനിധി അതിന് ഉത്തരവാദിയാണ്. കാരണം ഇത്തരത്തിൽ അർഹരല്ലാത്ത ഒരാൾക്ക് ഈ ആനുകൂല്യം കൊടുക്കുന്നതിന് ആ കൗൺസിലർക്ക് വല്ല പങ്കുമുണ്ടെങ്കിൽ ആ കൗൺസിലറെയും ഇതിൻ്റെ ഭാഗമായി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും സ്വാഭാവികമായും ഇപ്പോൾ ഈ താഴെ തട്ടിലുള്ള ഈ ഭരണ സംവിധാനത്തിനകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളും തമ്മിലുള്ള നല്ല ബന്ധമുണ്ടായിരിക്കും. അപ്പോൾ ആ ബന്ധത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ സ്വാധീനത്തിന്, തൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ തൻ്റെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം ഉണ്ടാക്കി കൊടുത്ത് നാളെ എനിക്കതൊരു വോട്ടാക്കി ഉറപ്പിക്കാൻ കഴിയുന്നതിന് വേണ്ടി ശ്രമം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം.
അതൊക്കെ ഇതിൻ്റെ ഭാഗമായി ഒരു കാര്യമായ കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും അത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് എന്തായാലും ആശാവഹമാണ്. തീർച്ചയായിട്ടും ഇതോടുകൂടെ ഒരുപാട് പുഴുക്കുത്തുകൾ പുറത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും നല്ല ഈ പരിശോധനയുടെ ഭാഗമായിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ധാരാളം ആളുകൾ ഇനിയും ഇത്തരക്കാർ, നേരത്തെ ജയേന്ദ്ര സാറൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇത്തരം എന്താ പറയുക ഈ പല പഞ്ചായത്തുകളിലും പല മുനിസിപ്പാലിറ്റികളും അനർഹർ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു ഓഡിറ്റ് സംവിധാനം എന്ന് പറയുന്നത് തീരെ ഫലപ്രദമല്ല എൻ്റെ അനുഭവത്തിലാണ്. ഞാനിപ്പോൾ കോട്ടക്കൽ നഗരസഭയിൽ രണ്ടാമത്തെ ടൈമാണ് കൗൺസിലറായിരിക്കുന്നത്. കാരണം ഇത് ഒരു പരിശോധന നടത്തിയോ എന്ന് ചോദിച്ചാൽ പരിശോധന നടത്തി. ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ പോയി നോക്കാതെ ഫോണിലൂടെ വിവരമെടുക്കുന്നവരുണ്ട്. ചിലർ കൗൺസിലർമാർ വിവരം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. തൻ്റെ ഉത്തരവാദിത്തത്തോട്, തൻ്റെ ജോലിയോട്, താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒട്ടും തന്നെ നീതി കാണിക്കാത്ത ഒരു പറ്റ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊരു പാഠമാകണം. കാരണം ഇത് കേവലമായ ഒരു ഉപരിപ്ലവമായ ഒരു അന്വേഷണത്തിൻ്റെ അപ്പുറത്തേക്ക് സൂക്ഷ്മമായ അന്വേഷണം, ഒരു കൃത്യമായ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിൽ യഥാർത്ഥത്തിലുള്ള അർഹരായ ആളുകൾക്ക് ഇതില് നേരത്തെ കബീർ പറയുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. അതായത് ചിലപ്പോൾ കൗൺസിലർ പറയുന്നത് കേട്ട് അതേപോലെ ഇത് സാങ്ഷനാക്കി കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് വിവരം അന്വേഷിച്ച ശേഷം ഈ പെൻഷൻ പാസ്സാക്കി കൊടുക്കുന്നു. അതായത് ഇത് പാവപ്പെട്ടവന് കിട്ടേണ്ടതാണ് എന്നൊരു ധാരണ, ഒരു ബോധ്യം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഈ അനർഹർ പണം കൈപ്പറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പൂർണ്ണമായിട്ട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട് ആ ഒരു അഭിപ്രായത്തിനോട്. കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഈ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ മാത്രം എടുക്കൂ. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് എന്താണ് അവർ ചെയ്യുന്ന ജോലി? ഈ കബീർ ഉൾപ്പെടെയുള്ളവർ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഉദ്യോഗസ്ഥരെ കാണാത്തവരല്ലല്ലോ, ആൾക്കാരല്ലല്ലോ. അദ്ദേഹം ജനപ്രതിനിധിയും കൂടെയല്ലേ. അതൊരു കാര്യം. ലോക്കൽ ഫണ്ട് ഉദ്യോഗസ്ഥർ അവർക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയ റിപ്പോർട്ടിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് അക്കൗണ്ടന്റ് ജനറലിന്റെ അടക്കം CNDG അടക്കമുള്ളവരുടെ റിപ്പോർട്ടിൽ, കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ ഇത്തരം പരാമർശങ്ങളിലേക്ക് വരുന്നത്. അതാണ് പിന്നീട് ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിലേക്കും പിന്നീട് ഇൻഫർമേഷൻ കേരള മിഷനിലേക്കും അന്വേഷണമായിട്ട് പോകുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥലത്തിൽ ഒരു വിഭാഗം നന്നായി തന്നെ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ മറ്റൊരു വിഭാഗം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് പറയുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ശ്രീ നജീബ്, അദ്ദേഹം കൗൺസിലറാണ്. കബീർ കൗൺസിലറാണ്. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനപ്രതിനിധിയെ പരമാവധി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, അവരുടെ റെക്കമെൻഡേഷനുകളിൽ വരുന്ന ഇത്തരം അപേക്ഷകൾ നിർധനർക്കാണല്ലോ കൊടുക്കേണ്ടത്. സർക്കാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ ജനപ്രതിനിധി അതിനുവേണ്ടി കളവ് പറയില്ല എന്നൊരു ധാരണ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട്. അത് അവർക്ക് ആ ജനപ്രതിനിധികളുടെ വിശ്വാസമാണ്. അതിനെ ചൂഷണം ചെയ്യാൻ ജനപ്രതിനിധികൾ ഉണ്ടാവാം, ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ അവർ തയ്യാറാവുന്നതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നുള്ളത് 100% അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ഭാഗത്ത് പാകപ്പെടുകയില്ലെന്നോ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം 100% ആശാവഹമാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. അത്ര അഭിപ്രായം എനിക്കില്ല. വിമർശനങ്ങൾ ഒരുപാട് ഉണ്ട് താനും വിവിധ ഓഫീസുകളെ സംബന്ധിച്ചുണ്ട്. പക്ഷേ നമ്മളുടെ പഞ്ചായത്ത് തല, ഗ്രാമപഞ്ചായത്തുകളെ, മുനിസിപ്പാലിറ്റികളെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ ഒരു വർക്ക് ലോഡ് നോക്കൂ നിങ്ങൾ. ആ വർക്ക് ലോഡ് അനുസരിച്ച് അവർ കാര്യങ്ങൾ തീർക്കാൻ പെടാപ്പാട് വിടുന്ന കഴിഞ്ഞാൽ തങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യേണ്ട എന്നാണോ? അവര് പരിശോധിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി പരിശോധിക്കുക, സ്പോട്ടിൽ പോയി വീട് അടക്കം പരിശോധന നടത്തുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്വമല്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ഒരു എന്താണ് പറയുന്നത്, നമ്മുടെ ഇത് ഗവേണൻസ് ആണല്ലോ ഷമ്മി. എന്തായാലും ഇതിനകത്തൊരു ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രൂട്ടണി ഒന്നും വേണ്ട. പക്ഷേ ഒരു സാധാരണഗതിയിലുള്ള പരിശോധന, അത്തരം ഒരു പരിശോധനയ്ക്കുള്ള സമയമുണ്ടോ ഇത്തരം കാര്യങ്ങൾ? അത് അവർക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് മറ്റേ വിഭാഗത്തെ വെച്ചിരിക്കുന്നത്. ഏതാ? ലോക്കൽ ഫണ്ട് ഓഡിറ്റ്. അതിന് അവരെ വെച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങൾക്കാണ്. അത് അവർ ചെയ്യേണ്ടതാണ്. അവരത് കൃത്യതയോടെ ചെയ്യുന്നുണ്ട്, ഏറിയ കൂറും.
എന്നാണ് ഞാൻ എൻ്റെ പല ഘട്ടങ്ങളിലുള്ള ഇത് മാത്രമല്ല, ഇവരുടെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിൽ ഞാൻ നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ടും ഒക്കെ പറഞ്ഞതാണ്. അതെനിക്കറിയാം. പക്ഷെ ഇതിൻ്റെ അകത്ത് ഇത്തരം ലാഗിങ് വരുന്ന എന്തുകൊണ്ട് എന്നുള്ളത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട സംഗതി ഈ പല തട്ടിലായിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഗ്രഡേഷൻ, ഇത് ഗ്രേഡ് ചെയ്യുന്നത്, അതിൻ്റെ ആ ഗ്രഡേഷൻ നടക്കുന്നത് പല തട്ടുകളിലാണ്. ആ പല തട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, പലവിധ ലൈൻ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പോൾ റവന്യൂ ഉണ്ട്, പഞ്ചായത്തിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അങ്ങനെ കിടക്കുന്ന ഒരു സംവിധാനമാണ്. അതിനെ ആകെ കോർത്തിണക്കിയാണ് ഇതിനെ ഏറ്റവും ഒടുവിൽ ഒറ്റ സംഗതിയായിട്ട് പുറത്തു വരുന്നത്. ഏതാ പെൻഷൻ എന്നുള്ള നിലയിൽ പുറത്തു വരുന്നത് അങ്ങനെയാണ്. അവിടെയാണ് ഈ സേവന സോഫ്റ്റ്വെയറിന്റെ പ്രാധാന്യം വരുന്നത്. മറ്റേ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, സേവന സോഫ്റ്റ്വെയർ, മറ്റൊന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് മറന്നുപോയി, സർക്കാർ ജീവനക്കാരുടെ സോഫ്റ്റ്വെയർ, അത് സ്പാർക്ക്, അത് തന്നെ, സ്പാർക്കും സേവനയും. അപ്പൊ അതിലും കൂടെയുള്ള പരിശോധനയിലാണല്ലോ ഇക്കാര്യങ്ങളാകെ വെളിവാകുന്നത്, പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് പിന്നീട് ഫിൽറ്ററിങ് നടത്തി, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഫിൽറ്ററിങ്ങിലാണ് ഈ 1458 പേരെ കിട്ടുന്നത്. അവിടെ കൊണ്ട് നിൽക്കില്ല ഇത്. ഇനിയും എത്രയോ ആയിരങ്ങൾ കൂടെ വരും എന്നാണ് നമുക്ക് സാധാരണഗതിയിൽ കാണാൻ കഴിയുക. അത് പരിശോധനയിൽ കൂടെ തന്നെ വരേണ്ടതാണ്. അപ്പൊ ഇത് ശുദ്ധീകരിക്കേണ്ടത് എവിടെയാണെന്നുള്ളതാണല്ലോ ചോദ്യം. ആ ചോദ്യം പ്രസക്തമാണ്. അത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ചോദ്യവുമാണ് ഷമ്മി. ആ ശുദ്ധീകരണം വേണ്ടത് ഒന്നാമത് സർവീസ് സംഘടനകൾക്ക് അക്കാര്യത്തിൽ പരമമായ ഉത്തരവാദിത്വം ഉണ്ടാവണം. ഒന്ന്, അതാണ് എൻ്റെ പക്ഷം ഞാൻ പറയുകയാണ്. ഒന്ന്. രണ്ടാമത് ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാനേ കഴിയൂ. ഒരു ജനപ്രതിനിധി ഒരാളെ പറഞ്ഞു വിട്ടാൽ അത് അവര് അക്നോളജ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളെന്താ ഞാൻ പറഞ്ഞു വിട്ട ആളിനെ നിങ്ങളുടെ മര്യാദയ്ക്ക് അയാളുടെ കാര്യം ചെയ്തു കൊടുക്കാത്തത് എന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. ആ ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്. കാരണം ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാർ. അവരുടെ പ്രതിനിധിയാണല്ലോ അവരോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ക്രൂട്ടനി നടക്കേണ്ടത് ജനപ്രതിനിധികൾക്കിടയിലാണ്. അതാർക്കാണ് ചെയ്യാൻ കഴിയുക? നിശ്ചയമായും രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. അപ്പോൾ ഒരു കറക്ഷണൽ ഫോഴ്സായിട്ട് നിൽക്കേണ്ട പല ഏജൻസികൾ, അതൊന്ന് സർവീസ് സംഘടനകളാണെങ്കിൽ അടുത്തത് രാഷ്ട്രീയ പാർട്ടികളാണ്. അങ്ങനെ വിവിധ തട്ടുകളിൽ കിടക്കുന്നതാണത്. അതാകെ ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുമെന്നൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. പക്ഷെ ഞാൻ പറയുന്നത് അപ്പോഴും ഞാൻ ഏറ്റവും മേലെ കാണുന്നത് സർക്കാരിന്റെ ദൃഢനിശ്ചയം. അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നൽകേണ്ടത്. ആ ദൃഢനിശ്ചയത്തിൽ ഏത് സംഘടനയ്ക്കും ഏത് ജീവനക്കാരിക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിലപാടുകൾ തിരുത്തേണ്ടിയെങ്കിലും വരും. അടിമുടി മാറാൻ സാധ്യമല്ല, അവർ തയ്യാറാവുന്ന പ്രശ്നവുമില്ല. പക്ഷെ തിരുത്തലുകൾ വേണ്ടി വരും. ആ തിരുത്തലുകളാണ് ഈ അനർഹർക്ക് കൊടുത്തതിലൂടെ കേരള സമൂഹം ആവശ്യപ്പെടുന്നത്. അത്തരം തിരുത്തലുകൾ വരുത്താൻ എല്ലാ വിഭാഗവും, ഏതൊക്കെ വിഭാഗങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്, ആ വിഭാഗങ്ങൾ, ഉദ്യോഗസ്ഥ വിഭാഗങ്ങളാകെ, രാഷ്ട്രീയ വിഭാഗങ്ങളാകെ, ജനപ്രതിനിധികളാകെ തയ്യാറാവുന്ന രീതിയിലേക്ക് മാറിയാൽ മാത്രമേ ഇതിനെ നമുക്ക് ക്രമീകരിച്ച് ശുദ്ധീകരിക്കാൻ കഴിയൂ. ഇവിടെ വേണ്ടത് ഈ ലിസ്റ്റ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഈ പെൻഷൻ വാങ്ങുന്ന 5 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ 3 വർഷം കൂടുമ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് പോകേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അക്കാര്യത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വത്തോടു കൂടി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നിയമത്തിനനുസരിച്ച് നീങ്ങാൻ കഴിയും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ശ്രീ ഷാജഹാൻ, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഒരു ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കരുതുന്നുണ്ടോ? താങ്കൾ പറഞ്ഞതുപോലെ 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരിൽ കേവലം 1458 പേർ മാത്രമാണ് ഇത്തരത്തിൽ ഒരു അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നത്. ഇവിടെ നേരത്തെ ഉദ്യോഗസ്ഥരുടെ മേഖലയിൽ നോക്കുമ്പോൾ ഈ 100% 5.5 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന ആ സമൂഹം പൂർണ്ണമായിട്ടും ഈ പറയുന്നത് പോലെ അഴിമതിരഹിതമാണ് എന്നുള്ളതല്ല. ചിലപ്പോൾ അതിൽ ചില പുഴുക്കുത്തുകളുണ്ടാവാം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് പറയുന്നത്, പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് ഈ 1458 പേരെ അനർഹമായ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചർച്ച എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അത് ഒരു കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് അത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പരിശോധന ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള കാരണം എന്താണ്? ആ പരിശോധന ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ഈ മേഖലയിൽ മാത്രമല്ല, അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നുള്ളതിൽ നിന്ന് അഴിമതിരഹിത സംസ്ഥാനം എന്നുള്ള നിലയിലേക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ മാറ്റം, ആ ലക്ഷ്യം മുന്നിട്ട് കൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഇത് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട കൗൺസിലർ സൂചിപ്പിച്ചത് ഉദ്യോഗസ്ഥർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് ഒരു പരാമർശം ഇവിടെ വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല.
അത് തെറ്റായ ഒരു പരാമർശമായിട്ടാണ് കാണുന്നത്. അതിൽ ഈ നേരത്തെ ശ്രീ ജയചന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് അല്ലെങ്കിൽ കേരള സംസ്ഥാന ഓഡിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഓഡിറ്റ് സംവിധാനം വളരെ ഫലപ്രദമായിട്ട് അവരുടെ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പല മേഖലയിലും നമുക്ക് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അഴിമതി രഹിതം എന്നുള്ള തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് ഇത്തരത്തിൽ അനർഹരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞത്. അത് സർക്കാർ ഇനിയും തുടരും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അനർഹമായി വാങ്ങിയിട്ടുള്ള പലിശ സഹിതം തിരിച്ചു പിടിക്കുമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. കർശന നടപടി തുടരും. വിജിലൻസ് അന്വേഷണം അടക്കം പിറകെ വരുന്നുണ്ട് എന്നാണ് സൂചന. നന്ദി ശ്രീ ഷാജഹാൻ, ജയചന്ദ്രൻ, ഒപ്പം തന്നെ കബീർ. ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.